ഹലോ ഗായ്സ്, കുറേ നാളുകൾക്ക് ശേഷം 11 വന്നു ഗായ്സ്. ഏവനെന്നല്ലേ എൻ്റെ ഒരേ ഒരു ശത്രു, ഞാൻ കണ്ടാൽ മുഖം തിരിച്ചു നടക്കുന്ന ഒരേ ഒരു ശത്രു ആരെന്നല്ലേ? മൈഗ്രെയിൻ. എന്തരോടും മെഡിസിൻ എടുക്കുന്നുണ്ട് ഞാൻ, എന്നിട്ട് കുറച്ചെങ്കിലും ഉളുപ്പുമാനമുണ്ടേ പിന്നെ ഇങ്ങനെ വലിഞ്ഞു കയറി വരാകുമോ? അപ്പം എൻ്റെ അടുത്തുകൊണ്ട് തട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വെള്ളം കുടിക്കണമെന്ന് അറിയും. എവട്ടെ, ആര് കേൾക്കാനാ, ആരോട് പറയാനാ? അപ്പം മൈഗ്രെയിൻ വരാനുള്ള ഒരു സാഹചര്യോട് ഞാൻ പറഞ്ഞു തരാം. ഞാൻ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ടെൻഷൻ ഫ്രീ ആയിരിക്കണം എന്നുള്ളത്, എന്ന് വെച്ചാൽ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും എനിക്ക് പാടില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ സഹോദരി തുല്യമായിട്ട് കണക്കാക്കുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പം ആ വ്യക്തി നമ്മളോട് എന്താ പറയുക, നമ്മളെ മറ്റൊരു കണ്ണിലായിരുന്നു കാണുന്നത്. നമുക്ക് സഹോദരിയായിരിക്കും, പക്ഷേ അവർക്കൊരിക്കലും, നമ്മളെപ്പോഴും പുറത്തുള്ള ഒരാളാണ്. നമ്മൾ ഒരാളെയും വിശ്വസിക്കരുത് എന്ന് എപ്പോഴും പറയുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് ഭയങ്കര വിശ്വാസം, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒരാളുണ്ട് എന്നുള്ളൊരു ധൈര്യമുണ്ടല്ലോ, അത് തന്ന ഒരു പവർ ലേഡിയായിരുന്നു. അപ്പം ആ ലേഡി ഇപ്പം നമ്മുടെ കൂടെ ഇല്ല കേട്ടോ. ആൾക്ക് എന്നെന്തോ മടുത്തു എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷമങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതെന്നെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. കാരണം ഞാൻ ആ ഒരു ലേഡിക്ക് കൊടുത്ത ഒരു വില എന്ന് പറയുന്നത് പറയാനും പ്രവർത്തിക്കാനും പറ്റാത്തതിനെക്കാട്ടിലും നേരെയായിരുന്നു. അത്രമേൽ എന്താ പറയുക, എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ നമ്മുടെ കാല് വാരുമ്പോഴാണ് ഏറ്റവും വലിയ വേദന ഉണ്ടാവുക. ഞാനെപ്പോഴും പറയും, ചെണ്ട ചെന്ന് മദ്ദളത്തിനോട് പരാതി പറയും പോലെ എനിക്കെപ്പോഴും പരാതി പറയാനുള്ള ഒരാളായിരുന്നു അത്. കാരണം നമ്മൾ ഒരു മുറിവുള്ള ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ ഒരു മുള്ളെങ്കിലും കുത്തണമെന്ന് പഴഞ്ചൊല്ല് പറയുന്നുണ്ട്. അപ്പം എൻ്റെ അതേ സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് പറയാൻ, പെട്ടെന്ന് എൻ്റെ അവസ്ഥ പ്രകടിപ്പിക്കാനും പറ്റുമായിരുന്നു. അപ്പം എല്ലാവർക്കും വ്യക്തിപരമായിട്ട് സ്വാർത്ഥത എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതിനാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആരും ഉണ്ടാവില്ല, നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആരെയും അമിതമായിട്ട് സ്നേഹിക്കാൻ നിൽക്കരുത്. ആ ഒരു എനിക്ക് എല്ലാവരുടെയും കണ്ണിൽ ഞാൻ ഭയങ്കര ക്രൂരയായിട്ടുള്ളൊരു വ്യക്തിയാണോ. ഞാൻ സോഷ്യൽ മീഡിയയൊക്കെ പറയുന്നിട്ടില്ലേ, എന്നെപ്പോലെ ക്രൂരത ഉള്ള ഒരു വ്യക്തി ഭൂലോകത്ത് വേറെ എവിടെയും ഉണ്ടാവില്ല, ഇവരുടെ പറച്ചിൽ കേട്ടാൽ. പക്ഷേ ശരിക്കും ഞാൻ പാവാടോ, പക്ഷെ അത് തിരിച്ചറിയാൻ ആരുമില്ല. ആരുമില്ലാതെ പോകുന്നതാണ് നമ്മളെയൊക്കെ സംബന്ധിച്ച് ഒറ്റപ്പെടൽ എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ ഏതായാലും മൈഗ്രെയിൻ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ള സന്തോഷവാർത്ത നിങ്ങളെടുത്ത് അറിയിക്കുകയാണ്. ഏതായാലും ഞാനൊന്ന് കാണിച്ചു നോക്കട്ടെ. ഇഞ്ചക്ഷൻ എനിക്ക് ചെയ്യുമോയെന്ന് എനിക്ക് അറിയാൻ മേല, കാണിച്ചു നോക്കട്ടെ. അതങ്ങനെയാണ്. കണ്ണൊക്കെ ഞാൻ കുറച്ച് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തത്. എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. മൈഗ്രെയിൻ വന്നാൽ ഛർദ്ദിയാണ്. പിന്നെ ഞാൻ കണ്ണ് സ്ട്രെയിൻ ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അതാണെന്ന് പറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബൈ.